ഡോക്ടർ റോയ്സ് ട്രിപ്പിൾ എൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിയർ ഓൾ, കുറച്ച് വീഡിയോകളിലായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ പദങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ് എന്നീ 3 വിഭാഗങ്ങളിലുള്ള വാക്കുകളെ നാം പരിചയപ്പെട്ടു. അടുത്ത പ്രധാനപ്പെട്ട ഒരിനം വാക്ക് ആണ് വേർബ്. വാട്ട് ഈസ് എ വേർബ്? വേർബ് എന്ന പദത്തിൻ്റെ ലാറ്റിൻ രൂപം വേർബും എന്നാണ്. വേർബും എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം തന്നെ ദ വേർഡ് എന്നാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള വാക്കുകളാണ് വെർബുകൾ, ക്രിയാരൂപങ്ങൾ, വാക്കുകളുടെ ക്രിയയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. What is a verb? Verb is a word which shows an action or a state. ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ സൂചന നൽകുന്ന അല്ലെങ്കിൽ ഒരു അവസ്ഥയുടെ അർത്ഥം വെളിവാക്കുന്ന വാക്കുകളെയാണ് വേർബ് എന്ന് പറയുക. വേർബ് എന്ന പദം ഇല്ലാതെ ഒരു വാക്യവും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വേർബ് എന്ന് പറയുന്നത് നാം ഉപയോഗിക്കുന്ന നാനാവിധമായ പ്രവൃത്തികളുടെ പേരാണ്. എക്സാമ്പിൾസ്: കം, ഗോ, സിറ്റ്, സ്റ്റാൻഡ്, സിംഗ്, ലൈക്ക്, ലവ്, വെൽക്കം, see, perceive, and so on and so forth. അതുപോലെ തന്നെ ഒരു വാക്യത്തിൽ ഒരു സാധനത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവസ്ഥയെ കാണിക്കുന്നതിനും വേർബ് ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഹണി ഈസ് സ്വീറ്റ്. തേൻ മധുരമുള്ളതാണ്. ഈസ് എന്ന പദമാണ് ഹണി, സ്വീറ്റ് എന്ന 2 പദങ്ങളെ യോജിപ്പിച്ച് അതിനൊരർത്ഥമുള്ള വാക്യമാക്കി മാറ്റുന്നത്. അങ്ങനെ നാനാവിധത്തിലുള്ള ഈ വെർബുകൾക്ക് അതിൻ്റെ മൂലരൂപത്തിലുള്ള പദത്തിനെ ഇൻഫിനിറ്റീവ് എന്നാണ് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന്, കം എന്ന പദം അതതിൻ്റെ ആദ്യ രൂപമാണ്. ആദ്യ രൂപത്തിന് ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയും. കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി നാം അതിനെ വെർബിൻ്റെ 1ാമത്തെ രൂപം എന്നുള്ള പേരിൽ V1 ഫോം എന്ന് വിളിക്കും. ഉദാഹരണത്തിന്, പിക്ക് അതിൻ്റെ വെർബിൻ്റെ ആദ്യത്തെ രൂപം, അത് ഇൻഫിനിറ്റീവ് രൂപമാണ്. അതിനെ പ്രസൻറ്റ് ഫോം എന്ന് നമ്മൾ വിളിക്കും. അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള പിക്ട്, ED ഫോം ചേർത്തിട്ടുള്ള രൂപം V2 ഫോം എന്ന് നാം വിളിക്കും. അതിൻ്റെ 3ാമത്തെ രൂപമായിട്ടുള്ള V3 പിക്ട് എന്ന് തന്നെയാണ്. അതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് വിളിക്കും. V4 എന്നത് ING ചേർത്തിട്ടുള്ള വാക്കുകളുടെ രൂപമാണ്. അപ്പോൾ പിക്കിംഗ് എന്ന് വരും. അപ്പോൾ ഓരോ ടെൻസ് രൂപങ്ങൾ അനുസരിച്ച് അർത്ഥവ്യത്യാസം മാറുന്ന രീതിയിൽ വെർബുകളെ ഉപയോഗിക്കുവാൻ V1, V2, V3, V4 ഫോമുകൾ നാം ഉപയോഗിക്കുന്നു. അപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വാഷ് V1 ഫോമാണ്. അതിൻ്റെ V2 ഫോം വാഷ്ഡ്, V3 ഫോം വാഷ്ഡ്, V4 ഫോം വാഷിംഗ്. കം, കെയിം, കം, കമ്മിങ്. ഗോ, വെൻറ്റ്, ഗോൺ, ഗോയിങ്. സിംഗ്, സാങ്, സങ്, സിംഗിങ്. ഡിയർ ഓൾ, നമുക്ക് എത്രമാത്രം വെർബുകൾ അറിയാം ഒന്ന് എഴുതി നോക്കൂ.
ഓരോ പദത്തിൻ്റെയും ഓരോ വെർബിൻ്റെയും V1, V2, V3, V4 ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്ന ഒരു എക്സർസൈസ് ആവട്ടെ അടുത്തത്. വെർബിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാണിക്കുന്ന അടുത്ത വീഡിയോ വരെ പ്ലീസ് വെയിറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video. Till then, bye.